എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രയർ സ്റ്റഡി സീരീസിന്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പലരും ചോദിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ മറുപടി ലഭിക്കുന്നില്ല, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളുണ്ടോ? ഉണ്ട് എന്നാണ് മറുപടി. സ്നേഹമില്ലാത്തിടത്ത് പ്രാർത്ഥന ഒരു കൂട്ടായ്മയായി മാറുന്നില്ല. ബൈബിൾ പറയുന്നത് ദൈവത്തിന് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പ്രാർത്ഥനയുടെ മറുപടിയെ തടയാം. ഒരു ചെറിയ കുട്ടി അവന്റെ പപ്പയെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഫോണിന്റെ ചാർജ് തീർന്നു പോയി. അതുകൊണ്ട് അവർ തമ്മിലുള്ള ആശയവിനിമയം അവിടെ നിലച്ചു. പലതവണ ശ്രമിച്ചിട്ടും സംഭാഷണം തുടരാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പപ്പയെ വിളിക്കാനായിട്ട് അവന് കഴിഞ്ഞത്. ബൈബിളിലെ താക്കോൽ വാക്യം എന്ന നിലയിൽ വളരെ പ്രസിദ്ധമാണ് യോഹന്നാന്റെ സുവിശേഷം 3:16. തന്റെ ഏകജാതന പുത്രൻ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് മനുഷ്യനുള്ള ആഴമേറിയ സ്നേഹത്തിന്റെ സമ്മാനമാണ് യേശുക്രിസ്തു. മാത്രമല്ല, അതോടൊപ്പം ഒരു വാഗ്ദാനവും കൂടെ നൽകിയിട്ടുണ്ട്. അത് നിത്യജീവനാണ്. ശ്രദ്ധിക്കുക, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ദൈവ സ്നേഹം. ആ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിലാണ് ക്ഷമിക്കൽ. അതുകൊണ്ടാണ് പ്രാർത്ഥന വെറും അപേക്ഷ സമർപ്പിക്കലോ അത് സ്വീകരിക്കലുമല്ല എന്ന് പറയുന്നതിന്റെ കാരണം. 1 Corinthians 13:4 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. അതായത് ക്ഷമിക്കാത്തിടത്ത് വിരോധം നിലനിൽക്കും, വിരോധമുള്ളിടത്ത് സ്നേഹം വളരില്ല, സ്നേഹമില്ലാത്തിടത്ത് പ്രാർത്ഥന യഥാർത്ഥ കൂട്ടായ്മയായി മാറുകയുമില്ല. യേശു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. മത്തായി 6:12. ഇവിടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്നല്ല, ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മുൻപേ ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചു, അതിനുശേഷം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ആ വാക്യത്തിന്റെ ഇടയിൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന പദം ആ മധ്യഭാഗത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ക്ഷമ എന്നത് അനുബന്ധ വിഷയമല്ല, പ്രാർത്ഥനയിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. പ്രാർത്ഥന സ്നേഹത്തിന്റെ ഭാഷയും ക്ഷമ അതിന്റെ വാതിലുമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, കഴിയുമെങ്കിൽ നിങ്ങളിൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. റോമാലേഖനം 13:8 വാക്യം. പഴയ സ്നേഹിതരായിരുന്ന 2 പേർ വർഷങ്ങളായി സംസാരിക്കാറുണ്ടായിരുന്നില്ല. തമ്മിൽ അഭിപ്രായമില്ലാതെ നിലനിന്നിരുന്നു. അതിൽ ഒരാൾ പള്ളിയിൽ വന്ന് ദീർഘനേരം പ്രാർത്ഥിച്ചു. അന്ന് ദൈവവചനം കേട്ടപ്പോൾ സഹോദരനെ ഓർമ്മ വന്നു. അവൻ ആരാധന കഴിഞ്ഞ് നേരെ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് അവൻ വലിയൊരു സമാധാനം പ്രാപിച്ചു. മത്തായിയുടെ സുവിശേഷം 5:23 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതായത് നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ച് ഒന്നാമത് എന്ന് നിന്റെ സഹോദരനോട് നിരന്നു കൊള്ളുക. യഹൂദന്മാർ യാഗം കഴിച്ചിരുന്നത് ദൈവാലയത്തിലെ ഏറ്റവും വിശുദ്ധമായ ആരാധനയായിരുന്നു. യേശു പറഞ്ഞത്, നിന്റെ ഹൃദയത്തിൽ വിരോധമുണ്ടെങ്കിൽ ആദ്യം അത് പരിഹരിക്കുക, എന്നിട്ട് വന്ന് നീ യാഗം കഴിക്കുക. നിന്റെ വഴിപാടിനേക്കാളും അതുപോലെ നിന്റെ ദാനധർമ്മത്തെക്കാളും നിന്നെയും നിന്റെ ഹൃദയത്തെയുമാണ് ഞാൻ നോക്കുന്നത്. രണ്ടാമതായി, അനുസരണക്കേടും പ്രാർത്ഥനയെ തടയും. സദൃശ്യവാക്യങ്ങൾ 28:9 വാക്യത്തിൽ ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ച് കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെ വെറുപ്പാകുന്നു എന്നാണ് കാണുന്നത്. ചിലർ ദീർഘമായി പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല. അവരുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണ്. മൂന്നാമതായി, പാപം പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്നു. എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. സങ്കീർത്തനം 66:18 വാക്യം. നാലാമതായി, കുടുംബ ബന്ധങ്ങൾ ശരിയല്ലെങ്കിൽ പ്രാർത്ഥനയെ തടയും. 1 Petrus 3:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഭർത്താക്കന്മാരെ നിങ്ങൾ പ്രാർത്ഥനയെ മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീ ജനം ബലഹീനപാത്രം എന്നും അവർ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച പ്രാർത്ഥനയെയും അതിന് മറുപടിയെയും തടയും. ശ്രദ്ധിക്കുക, പ്രാർത്ഥന ഒരു കടമയല്ല, പ്രാർത്ഥന ഒരു ചടങ്ങുമല്ല, പ്രാർത്ഥന ഒരു ശീലവുമല്ല. നേരെ മറിച്ച് പ്രാർത്ഥന ഒരു സ്നേഹ ബന്ധമാകുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, നീ ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടോ? ആരോടെങ്കിലും നീ ക്ഷമിക്കാനുണ്ടോ? ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ? ഉണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ട് പെട്ടെന്ന് ഉത്സവം എന്നോട് ചേർന്ന് നീ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങുമായുള്ള കൂട്ടായ്മയെ തടസ്സപ്പെടുന്ന എല്ലാം എന്നെ ഇത് കാണിച്ചു തരണമേ. പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുന്നതിനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും വിശ്വാസത്തോടെ അങ്ങയെ ആശ്രയിക്കുവാനും എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥനകൾ വെറും ജൽപ്പനങ്ങൾ ആകാതെ അങ്ങയുമായുള്ള ജീവനുള്ള സ്നേഹബന്ധത്തിൻ്റെ പ്രകടനമാകട്ടെ കർത്താവേ. എൻ്റെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ഇന്നുവരെ നിങ്ങൾ ഇത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് കടന്നു വരുന്നവരെ
നമ്മെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.